ഞാൻ എപ്പോഴും പറയല്ലേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പൊ നേരിട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? അതിനിപ്പോ ഞാനെന്താക്കാനാണ്? അല്ല ചേട്ടാ, നമ്മൾ ആ ഭദ്രം സ്വാമീന്റെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? എന്തൊക്കെയാ പ്രശ്നങ്ങൾ നമുക്കൊന്ന് അറിയാലോ. എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ആണെങ്കിൽ നമുക്ക് പോയി നോക്കാമാണെങ്കിൽ. കട്ടൻ ചായ കാച്ചാൻ ഒന്നും ഇല്ല ഇവിടെ. എന്തൊക്കെ അറിയാം, ഒന്ന് പോയി നോക്കി. എന്താ ഇച്ചിരി വെള്ളം? അതൊന്നല്ല ഇപ്പം കാര്യം. അണ്ണൻ വരാനുണ്ട്. അണ്ണന് കൊടുക്കാൻ പൈസക്ക് പേടിയാ പോവുക. എന്താക്കും? ആരും വരുന്നുമില്ല. ഒടുവിൽ ഇപ്പൊ ജയിലിൽ പോകേണ്ടി വരുമോ? ഇതൊക്കെ 500 റുപ്യൊക്കെ കൊതിക്കല്ലോ. വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ടോ. ഓ, എന്താ ചെയ്യപ്പോ? കൃഷ്ണൻ പറഞ്ഞ ശരിയാ, നമ്മൾ പൈസ കൊടുക്കണ്ടേ? രണ്ടാള് വരുന്നുണ്ട്. സ്വാമി സ്വാമി അകത്തുണ്ട്. ഒരു ബാധ ഒഴിപ്പിച്ചോണ്ടിരിക്കുക. അല്ല, സ്വാമി എങ്ങനെയുണ്ട്? കേമനാണോ ആള്? കേമനാണോന്നോ? കഴിഞ്ഞ ആഴ്ച 2 ചുട്ട കോയിനെ തിന്നതാ. അല്ല, തിന്നതല്ല, പറപ്പിച്ചതേ. 2 ആൾക്കാർ വന്നിട്ടുണ്ടേ. എന്തിനു കാത്തിക്കുന്നു? ഒഴിഞ്ഞു പോകാൻ, ഒഴിഞ്ഞു പോണം. പോകാൻ ഒഴിഞ്ഞു പോം. ഒഴിയാൻ ഒഴിഞ്ഞു പോകാനവർ. ഓ, ഒഴിഞ്ഞു പോകാൻ. ഇന്നോടാ കളി. കൃഷ്ണ, ആ സ്ത്രീയെ കൊണ്ട് മാറ്റുക. പറയൂ, എന്താ വരവിന്റെ ഉദ്ദേശം? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പേ എല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുണ്ട്. പറയൂ. സംശയങ്ങളാണേ. ഓ, സ്വാമി എല്ലാം കൂടി നത്തോലി പോലെ മെലിഞ്ഞു കിടക്കുന്നു. അയാളെല്ലാം കൂടി ഈപ്പക്കുട്ടി പോലെ കിടക്കുന്നു. അതെന്താ കാര്യം വെച്ചാല്, പൂജ കഴിയുമ്പം പ്രസാദൊക്കെ മൂപ്പർ അടിച്ചു മാറ്റും. നമുക്കൊന്നുമില്ല. കേമന, സ്വാമി, ഒരു കുഞ്ഞു സംശയം കൂടി ഉണ്ട്. ചോദിച്ചോളൂ. ഇയാളെന്താ മുണ്ട് ഇങ്ങനെ കോണാനുടുത്ത മാതിരി എടുത്ത് കാണാനല്ലോ? അതെ, ശംഖു കുടുംബോ ഒരു ധൈര്യത്തിന് ഒരു പ്രൊട്ടക്ഷൻ. അത്രേ ഉള്ളൂ. അല്ല, സ്വാമി എന്താ കുടിക്കുന്നത്? ഗംഗാജലം. അതെ, അതിപ്പോ തീരൂ. വൈകുന്നേരം ഞാൻ തന്നെ പോണോ? നേരത്തെ ആണെങ്കിലേ ഉപ്പി കുള്ള കൊടുത്ത 20 ഉറുപ്പിക കിട്ടുകയെ. ഇപ്പൊ അതും കിട്ടിയല്ല. കൃഷ്ണ, സ്വാമി വാളും വെക്കലുണ്ടോ? അത് ഗംഗാജലം കുറച്ച് കൂടുമ്പോ മാത്രമേ ഉള്ളൂ. ഓ, വന്ന കാര്യം പറഞ്ഞില്ല. എന്താ സംഭവം? ഇവിടെ പലരും വരാറുണ്ട്. പല കാര്യസാധനിക്കും വരും. കുറ്റില്ലാത്തവരടക്കം വരും. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല സ്വാമി. അത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഭവതി പറയൂ, എന്താ കാര്യം? വീട്ടിലെന്തല്ലോ പ്രശ്നങ്ങളാ. തൂക്കിട്ട കലണ്ടർ താനേ വീഴ, വിളക്ക് കത്താതെ തന്നെ പോകാന്നറിയ, പിന്നെ ഈ മുകളിൽ വെച്ച കുടം താനേ വീണ് ഉടഞ്ഞ്, പിന്നെ ഫ്ലവർ ഷേഴ്സ് താനേ വീണ് പൊട്ടി, അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ പേടിയാവുക സ്വാമി. ആ കൂട്ടത്തില് ആടിയും ചെയ്തു സ്വാമി.
അപ്പോ എന്താടി, എങ്ങനാടി, എവിടുന്നാടി എന്നാ പറയുന്നത്? സ്വാമി, ഞാൻ താഴേന്ന് ഓടി ചെല്ലുമ്പോ മൂപ്പര് മോളില് നിക്ക, കോണീന്റെ മോളില്. അപ്പോഴാണ് ആടുന്നത് കണ്ടത്. ആഹാ, എന്താടി എന്തെന്നാ ആടിയത്? അത് സ്വാമി, കുഞ്ഞന് കളിക്കാൻ വേണ്ടി ഊഞ്ഞാല് കെട്ടിയതിനു മേല അതാണ് ഞാൻ ചെല്ലുമ്പോ അങ്ങനെ ആടിയത്. ആടും, എങ്ങനാടായിരിക്കും? ഈ ശക്തനായ ഊഞ്ഞൽ ചാത്തന. ഏരിയ ചാത്തനെയും കെട്ടി ഊഞ്ഞാൽ ചാത്തനോ? അല്ല, അടുത്ത കാലത്ത് ദുർമരണം വല്ലതും സംഭവിച്ചതായി ഓർക്കുന്നുണ്ടോ? അതിപ്പോ ആര് ഭരിച്ചാലും എതിർപക്ഷക്കാര് പറയല്ലോ ദുർഭരണാമേ. അങ്ങനെയാണ്. അത് സ്വാമിക്ക് തുടർഭരണം വരുമോ എന്നുള്ള പേടിയാ. കൃഷ്ണ, ഓ, ദുർമരണത്തെ പറ്റിയാ ചോദിച്ചത്. എന്തെങ്കിലും വിഷം പിടിക്കുക, ആത്മഹത്യ, തൂങ്ങി മരണം, കൊലപാതകം അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? സ്വാമി പറഞ്ഞത് എത്ര ശരിയാ. നമ്മളെ ഗോപാലത്തിന്റെ മോനല്ലേ എന്നാൾ ഊഞ്ഞാലിൽ കുടുങ്ങി മരിച്ചത്? ഗോപാലന്റെ മോനൊന്നല്ല, സൗമിനിന്റെ മോനല്ലേ. ഈ സൗമിനി ആരാ? ഗോപാലന്റെ ഭാര്യ. ആ, അപ്പൊ ഇതൊക്കെ കണ്ട് ഭവതി വല്ലാതെ പേടിച്ച് കാണൂല്ലേ? അടുത്ത് വരിക, ഒന്ന് ആശീർവദിക്കട്ടെ. ഭവതി അല്ല സ്വാമി പേടിച്ചത്, ഭാവന. ആഹാ, ഭവനാണെങ്കിൽ ആശീർവാദം വേണ്ട. ആ, 10 ദിവസം വിളിക്കാതെ കഴിക്കാം, പിന്നെ എന്താ ആശീർവദിക്ക? നക്ഷത്രം പറയാ. എന്തോ ഒരു വിട്ടാതിയോ, എന്തോ ഒരു വിട്ടാതി അല്ലേ? അല്ല മച്ചാ, അതല്ലേ. ഊരുട്ടാതി പുത്തൻ പുത്രയെ പുത്രയെ പ്രതിഷ്ഠ ഉദ്ദേശ്യേ യോ തതോ തതോൽക്കരം ദൃഷ്ട്യ. നക്ഷത്രം പറയണ്ടായിനോ? അത് പറഞ്ഞതാ അപ്പൊ സ്വാമിക്ക് ചൂടായത്. നക്ഷത്രം പറഞ്ഞുകൊണ്ടല്ല, സ്വാമി മന്ത്രത്തിലേക്ക് വരിക. അതോ? ആ, നാം എല്ലാം കാണുന്നു. അപ്പോ ആദ്യം പറഞ്ഞില്ലേ, ഗോപാലന്റെ മകൻ ഊഞ്ഞലിൽ കിടന്നു മരിച്ചേ, ആ കുട്ടിയുടെ പ്രേതാതി. പോരണ്ട് ഇവിടെ പണ്ടാരച്ചാത്തം വന്ന് കയറാൻ കണ്ട് നമ്മളെ പുരയില് മാത്രം. സ്വാമി, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കാലോ. ഏത്? തൽക്കാലം. അപ്പോ നമുക്കിപ്പോ ഒരു ചെറിയ ഊഞ്ഞൽ ഉണ്ടാക്കണം, സ്വർണത്തിന്റെ. ഒരു 3/4 പവന്റെ സ്വർണത്തിൽ ഒരു ഊഞ്ഞല് അടുത്ത ചൊവ്വാഴ്ച ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ കുറച്ച് കാശുകൂടി കരുതിക്കോ, ഏതാ അത്യാവശ്യം ചെലവ് കാണേ. ആ, പിന്നെ ഇതുകൊണ്ടും അടങ്ങിയില്ല എന്ന് വിചാരിക്കുക, നമുക്ക് നാട്ടിലേ നോക്കാം. ഓ ഇല്ല, ഞാൻ കൈകൊണ്ട് വാങ്ങാറില്ല, കൃഷ്ണനെ കൊടുത്തോളാം. ഓ, $500 കിട്ടിയത്. അതെയോ? ഓ ഒക്കോ കൃഷ്ണ, എന്താ ചെയ്യാ? ആൾക്കാരൊക്കെ എങ്ങനെ ആയാലും നമ്മളെന്താക്കൂ? അണ്ണൻ വരാനുണ്ട്, അണ്ണന് പൈസ കൊടുക്കണ്ടേ? 500 500 ആൾക്കാരി. ആ, ഇതിപ്പോ എനിക്ക് എടുക്കല്ലേ? ആ, അല്ല, 3/4 പോയിന്റൊക്കെ കൊടുക്കാൻ നീ എങ്ങനെ അങ്ങ് ഏറ്റത്? എന്തെന്ന് എടുത്ത് കൊടുക്കാനാ? ആരടുത്താ ഉള്ളത്? തൽക്കാലം നമുക്ക് ഒന്ന് എടുത്തിട്ട് വിളിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം. എന്താ ചേച്ചി അളിയനും കൂടി എന്തൊരു പ്രശ്നമോ? വിഷമമുള്ള പോലെ എന്തൊരു വിഷമം പോലെ അടിയുണ്ടാക്കി ഉണ്ടാളൂടി. ഒന്നുമില്ല മോനെ, അത് ചെറിയൊരു വിഷയാണ്. എന്ത് പ്രശ്നം? അതൊരു ചെറിയൊരു പ്രേതബാധേന്റെ പ്രശ്നാ. അതിപ്പോ എന്തൊക്കെയായിരുന്നു പ്രശ്നമുള്ളത്? മോളൊരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിങ്ങനെ ആടി. ഈ വാ മോനെ, എനിക്ക് ഞാൻ കാണിച്ചു തരാം മോളുണ്ടായ അനർത്ഥങ്ങളൊക്കെ. വാ. അല്ല ചേച്ചിയല്ലേ കലണ്ടറൊക്കെ വീണു എന്ന് പറഞ്ഞ് കലണ്ടറല്ലേ നിക്കുന്നത്? ഇത് കലണ്ടറല്ലേ? ഫ്ലവർ പോട്ട് ഇവിടെ നിൽക്കുന്നത്, ഇതും വീണ് പോയിന്നാ പറഞ്ഞത്. രണ്ടുമല്ലേ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോ ഒരു കലണ്ടറൊക്കെ വേണമെന്നിരിക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പേടിയോണ്ട് തോന്നുക. ഇജി ഊഞ്ഞാലാണോ ആടിയെന്ന് ചേച്ചി പറയുന്നത്? ഇത് തന്നാലാടുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ മോനെ ഞാൻ.
അതല്ലേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട് ചേച്ചി കീഴിൽ കാണിച്ചിരുന്നോ? പൂച്ച കയറിയിരുന്നെങ്കിൽ അവിടെ നിന്ന് വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് അവിടെ വന്നപ്പോ എടുത്തിരുന്നു. അത് കാണിച്ചരാ. അല്ല ചേച്ചി, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടില അപ്പൊ ജീവിക്കുന്നത്? ഇവിടെ എന്തെല്ലാം പ്രശ്നം? ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട്? യാതൊന്നുമില്ല. നിങ്ങളുടെ ഒരു അന്ധവിശ്വാസം കൊണ്ട് തോന്നുന്നതാ. ഈ തൊട്ടിലാടി, വിളക്ക് വീണു, കലണ്ടർ വീണു എന്നുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു തോന്നല് മാത്രാ. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് നടക്കരുത്. ഇത് വെറുതെ നമ്മളെ കാശ് കളയുക. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നരഹത്യ അതുപോലെയുള്ള 100,000 പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ പുറത്ത് വരുന്നതാ. ഇതന്ന് തൊട്ടിൽ പൂച്ചയാടിയത് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഇത് താനെ ആടുന്ന് വേറെന്തോ പ്രേതാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളിതിനെ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും എവിടെയില്ലോ സത്യത്തില്. ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ ഒന്നും ഇങ്ങനെ ഓടരുത്. അടിയനോടും പറഞ്ഞു കൊടുക്കാണ്ടി ഒന്ന്.